പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് അമിതമായ പഞ്ചസാരയിൽ ഗ്ലൂക്കോസിന്റെ രൂപത്തിലുള്ള ഊർജ്ജം തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെങ്കിലും ഇതിന്റെ തോത് അധികമാകുന്നത് ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ. പ്രത്യേകിച്ച് കുട്ടികളിൽ ബേക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, സോഡ, ഫ്രാക്ടോസ് അധികമായ കോൺ സിറപ്പ് എന്നിവയെല്ലാം തലച്ചോറിൽ അമിതമായ ഗ്ലൂക്കോസ് നിറയ്ക്കുന്നു. അതുകൊണ്ട് അമിതമായ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വറുത്ത ഭക്ഷണങ്ങളാണ്. അതായത് ഫ്രഞ്ച് ഫ്രൈസ്, സമൂസ, ചിപ്സ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ എന്നിങ്ങനെയുള്ള കൊതിയൂർന്ന വറുത്ത ഭക്ഷണങ്ങൾ നമ്മൾ പലരുടെയും ഭക്ഷണക്രമത്തിൽ ഒരു ഭാഗമാണ്. എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഇവയെല്ലാം പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് വറുത്ത ഭക്ഷണങ്ങൾ, അമിതമായുള്ള ഭക്ഷണക്രമം പഠനത്തിലെയും ഓർമ്മശക്തിയെയും കുറഞ്ഞ സ്കോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായാണ് പറയുന്നത്. 18,080 പേരിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. ഇവ തലച്ചോറിൽ നീർക്കെട്ടുണ്ടാക്കി ഇവിടുത്തെ രക്തക്കുഴലുകൾക്ക് ക്ഷതമുണ്ടാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് ഇതിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. വറുത്ത ഭക്ഷണം അധികം കഴിക്കുന്നവർക്ക് വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും അധികമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വറുത്ത ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾക്ക് എല്ലാ ദിവസവും തുടർച്ചയായി നൽകുന്നത് അവരുടെ പഠനത്തെയും അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ഗ്ലൈസമിക് സൂചിക കൂടിയ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് ബ്രെഡ്, പാസ്ത പോലുള്ള ഉയർന്ന ഗ്ലൈസമിക് സൂചികയുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ ശരീര പഞ്ചസാരകൾ സംസ്കരിക്കുന്ന പോലെ തന്നെയാണ് സംസ്കരിക്കുക. അതിനാൽ ഇവയും പരിമിതപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അതായത് ബ്രെഡ് പോലുള്ള സാധനങ്ങൾ പരിമിതപ്പെടുത്തുക. പകരം കോംപ്ലക്സ് കാർബുകളായ ഹോൾ ഗ്രെയിനുകൾ, ഫൈബർ അധികമുള്ള ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ കഴിക്കാം. ഇവയുടെ ഗ്ലൈസമിക് സൂചിക കുറവായിരിക്കും. ഉരുളക്കിഴങ്ങ്, വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ് എന്നിവയെല്ലാം ഉയർന്ന ഗ്ലൈസമിക് സൂചികയുള്ള ഭക്ഷണങ്ങളാണ്. അതേസമയം പച്ചക്കറികൾ, പഴങ്ങൾ, ക്യാരറ്റ്, ബീൻസ്, പയർവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ വിഭവങ്ങളുമാണ്. ഇനി ഉള്ളത് കുറച്ചുകൂടെ മുതിർന്നവർ വ്യക്തമായി കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഓർമ്മശക്തി കുറയ്ക്കാൻ ഏറ്റവും അപകടകരമായ ഒരു സ്ഥാനമാണ് മദ്യത്തിന്. അതായത് മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാത്തവരെക്കാൾ മറവി രോഗം വരാനുള്ള വലിയ സാധ്യതകളാണ് ഗവേഷകർ പറയുന്നത്. പല പഠനങ്ങളും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ മദ്യപാനം ഒഴിവാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യേണ്ടത്